നിങ്ങൾ അടിച്ചു പിരിയാൻ സാധ്യതയുണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഒന്നും വിചാരിക്കരുത്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് സംഭവിക്കും. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. സാറ് വിഷമിക്കണ്ട, ഞാൻ ആരോടും പറയത്തില്ല. 10 വർഷമാണോ? എന്തായാലും ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കും. എന്ത് പ്രഹസനമാണ് സജി. എനിക്ക് സ്വസ്ഥായിട്ടിരിക്കാൻ പറ്റൂ. ഈ വാസും എന്നാ പറയണേ. മഞ്ജു രാജീവ്. പൊന്ന് മഞ്ജു ചേച്ചി, രാജീവ് ചേട്ടനായിട്ടുള്ള ബന്ധം നന്നായിട്ട് പോകുന്നില്ലെങ്കിൽ ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരൊക്കെ ഉണ്ട്. ഈ കേസിൽ നമ്മൾ ഇടപെടണം മുതലാളി. രാജീവ് ചേട്ടനെ ഉപേക്ഷിച്ച് സുരേഷ് ചേട്ടന്റെ കൂടെ പോവുക കേട്ടോ. മനസ്സിലായി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? അല്ലാതെ ഞങ്ങളെ മിക്കവാറുണ്ട്. ഞാൻ ചിരിച്ചു പോയനെ. Why you are like this? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആ ചേച്ചിക്ക് രാജീവ് ചേട്ടനെ പറ്റില്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിനെ പറ്റി പറയണ എന്തിനാ? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.